Good morning. നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. തുടങ്ങാം. ഈ ദിവസങ്ങളിലൊക്കെ നോക്കിയത് പിന്നെ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നോക്കിയോ? വേറെ ആരെങ്കിലും? നോക്കിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഷീജന മാമിന് ഒരു വീഡിയോ അയച്ചു തന്നിരുന്നു, നോക്കിയിരുന്നോ അത്? നോക്കി. എങ്ങനെയുണ്ട്? അതൊക്കെ നമ്മ പണ്ട് ചെയ്തിരുന്ന സംഭവങ്ങളാ. എങ്ങനെ മനസ്സിലായില്ല? നമ്മ ആദ്യം ചെയ്തിരുന്ന സംഭവങ്ങളാണ്. അപ്പൊ അത് പൊടി തട്ടിയൊക്കെ എടുക്കും. ആയിക്കോട്ടെ. കുറച്ച് ടൈം എടുക്കും അതുപോലെ വരാനായിട്ട്. എന്താണ്? കുറച്ച് സമയം എടുക്കും അതുപോലെ വരാനേ. നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അതിനൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം. നിങ്ങൾ ഓരോരുത്തരും ഇത് പ്രാക്ടീസ് ചെയ്യണം. അല്ലാണ്ട് ഇങ്ങനെ ഓരോ ടൂളും പഠിച്ചു പോയിട്ട് കാര്യമില്ല. ഓക്കെ. എല്ലാവരോടും പറയണത്. അയ്യോ സാറേ, ഇപ്പൊ എനിക്ക് ഇന്ന് ഷെയർ ഓപ്ഷൻ നടക്കുന്നില്ലല്ലോ. ഷെയർ ഓപ്ഷൻ ഇല്ലേ? ഷെയർ ഓപ്ഷനില് ടേൺ ഓൺ എന്ന് പറഞ്ഞു. എന്താ ഇങ്ങനെ? ഒന്നുകൂടി ചെക്ക് ചെയ്യോ? ഒന്നുകൂടി ചെക്ക് ചെയ്യാവോ? ഞാൻ എന്റെ ലാപ്ടോപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളടുത്ത് ആക്സസ് പോകും. അതുകൊണ്ട് ഞാൻ ലാപ്പിൽ കയറത്തില്ല, ഫോണിൽ കയറുന്നത്. ഓക്കെ. സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ഓക്കെ. മിറസിൽ മാഡം ഉണ്ടോ? മിറസിൽ ജോയിൻ ചെയ്തൊന്നും അറിയില്ല. നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, നമുക്ക് എങ്ങനെ ഒരു പ്രസന്റേഷൻ ചാറ്റ് GPT വഴി ചെയ്യാം എന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളൊരു പ്രോംപ്റ്റിലേക്ക് കമാൻഡ് കൊടുക്കുകയാണ്. Create a presentation for my startup and after find a pitch
focused on educating artificial intelligence course. നമ്മുടെ ഇതനുസരിച്ച് മാറും കേട്ടോ. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നേ ഉള്ളൂ. Create a presentation for my startup named Mastermind AI, which focused on educating artificial intelligence tools and website to community. എന്ന് കൊടുത്തു. എന്തോ വരും നോക്കാം. പത്ത് പേജുള്ള പ്രസന്റേഷൻ ChatGPT റെഡിയാക്കി തോന്നുന്നു. കാണുന്നുണ്ടല്ലോ അല്ലെ? ഇത് നമ്മള് പവർ പോയിന്റിൽ കൊണ്ടുപോയി വേണമെങ്കിൽ നമുക്കിത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട മാറ്റം വരുത്തി കഴിഞ്ഞാൽ പ്രസന്റേഷനായി. നമ്മളൊരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു കമ്പനിയിലേക്ക് വേണ്ടി പ്രസന്റേഷൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഇത് നമുക്ക് എഡിറ്റ് ഒക്കെ വരുത്തി വേണം ചെയ്യാൻ. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഓ ഹലോ ആ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് ഇപ്പോ അധ്യാപകർക്കൊക്കെ ആണെങ്കിൽ പിന്നെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ ടോപ്പിക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രസന്റേഷനായിട്ട് വരും. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മള് ഇനി ഇത് തന്നെ നമ്മൾ മറ്റൊരു ടൂളിൽ കാണിക്കുകയാണ്. അത് എന്ത് ആണ് അതിന്റെ റിസൾട്ട് വരിക എന്ന് പറയുന്നത് കുറച്ചുകൂടെ വളരെ സ്റ്റണ്ണിങ് ആണ്. ഇപ്പൊ എനിക്ക് ഞാൻ നമ്മുടെ ഗ്രൂപ്പുകളിൽ കിട്ടിയിരുന്നു, ഞാൻ പ്രസന്റേഷൻ ചെയ്തിട്ട് ഗാമ AI കേട്ടിട്ടുണ്ടാവോ? ഓൾറെഡി നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ ഇട്ടിട്ടുള്ള സാറ് ചെയ്യാറുണ്ടോ? യുവൻ സാറ് ചെയ്തിട്ടുണ്ടോ ഗാമയില്? അതെ 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 ചെയ്യാറുണ്ട്. ചെയ്യാറുള്ളല്ലേ? അതെ അതെ അതെ. ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. പിന്നെ ജനറേറ്റർ എടുത്താലും മതി. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോംപ്റ്റിന് കൊടുക്കുക, ജനറേറ്റ് ഔട്ട്ലൈൻ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, 10 പിന്നെ പേജിൽ കൂടുതൽ ഫ്രീ കിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ പെയ്ഡ് വെർഷനിലേക്ക് പോകും. ഇവിടെ 8 എണ്ണം തയ്യാറായിട്ടുണ്ട്. ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് സ്റ്റൈല് കാണാം, നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈല് തിരഞ്ഞെടുക്കാം. പ്രസന്റേഷന്റെ സ്റ്റൈലാണ് ഇത്. മതിയെങ്കിൽ ജനറേറ്റ് പറയാം. കാണുന്നുണ്ടോ ഡയഗ്രാം? എങ്ങനെ വേണ്ട അതുമായിട്ട് കണക്ട് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ.
ഇരിക്കുന്നത് കണ്ടോ? അതുപോലെ നമുക്ക് ഏത് വിഷയത്തെ കുറിച്ച് കൊടുക്കും. ഞാൻ എനിയാഗ്രാമിനെ കുറിച്ചാണ് ഒന്ന് രണ്ട് പ്രസന്റേഷൻ റെഡിയാക്കി ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു സ്മിത മാമിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട്. ഈ ഒരു ടൂൾ ഉപയോഗിച്ച് ചെയ്യുന്നത് കൊടുത്തത് എനിയാഗ്രാമിനെ കുറിച്ച് പറഞ്ഞു. ഏറ്റവും പുതിയത് എടുക്കുമ്പോൾ വാട്ട് ഈസ് എനിയാഗ്രാം, പ്രഭാകരൻ സാർക്ക് വേണ്ടിയിട്ടുള്ള ടൈപ്പിങ്ങിനെ കുറിച്ച് ഒന്ന് നോക്കി നോക്കിയേ. നോക്കാം. ഏതെങ്കിലും ഒരു എന്താ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സ്റ്റൈല് ജനറേറ്റ് പറയുക. പ്രൊഫസർ ഉണ്ടോ? പ്രൊഫസറെ ജോയിൻ ചെയ്തോ? ആ പ്രൊഫസറുടെ ഒരു എങ്ങനെയായിരിക്കും എന്നുള്ള സാധനം ഒരു മാറ്റർ കിട്ടുള്ളൂ. അല്ല പ്രൊഫസർ സാറേ, ഒരു കോഴ്സ് പോലെ സംഭവം എങ്ങനെ ചെയ്യണമെങ്കിലേ 7 miles Enneagram for couples. അതായത് നെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡയഗ്രാംസും ശരിക്കും അത് നിഷ് എന്തായിരുന്നു റോയൽ സാർ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ? സ്പീഡി ടൈപ്പിംഗ് എന്തുവാണ് അതിന് പറയാ? ടച്ച് ടൈപ്പിംഗ് പറയാ. ടച്ച് ടൈപ്പിംഗ്. ടച്ച് ടൈപ്പിംഗ്. ഒരു അതെ, ടച്ച് ടൈപ്പിംഗ് ആവുമ്പോ ചിലപ്പോ AI വേറെ എന്തെങ്കിലും സാധനങ്ങളായിരിക്കും തരിക. സൂപ്പർ സോണിക് ടൈപ്പിംഗിനോ സ്പീഡ് ടൈപ്പിംഗ് എന്നൊക്കെ എന്തെങ്കിലും കൊടുത്താലായിരിക്കും കൃത്യമായിട്ട് റിസൾട്ട് ഉണ്ടാവും തോന്നുന്നു. ഡിസ്ക്രൈബ് ടൈപ്പ് വിത്തൗട്ട് സീയിങ് കീബോർഡ് അല്ലെ? കീബോർഡ് കാണുന്നുണ്ട്. ടച്ച് ടൈപ്പിംഗ് വന്നു. ടച്ച് ടൈപ്പിംഗ് വന്നു. കണ്ടിന്യൂ പറയുക. നമുക്ക് ഈ തീം മതിയെങ്കിൽ നേരെ ജനറേറ്റ് പറയല്ലെന്നുണ്ടെങ്കിൽ ജനറേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ power of blind typing. ഞാൻ സാറിന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ സാറിന് അത് സാറിൻ്റെതായിട്ടുള്ള മോഡിഫിക്കേഷൻസ് വരുത്താം. ഇപ്പൊ ഇത് AI അല്ലേ? സാറിന് സെൻഡ് ചെയ്തിടാം. സംഭവം അടിപൊളിയാട്ടോ. നമ്മളെന്താ പറയാ, നമ്മള് ഈ പവർ പോയിന്റിലൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇതിന്റെ ടെംപ്ലേറ്റ് വന്നു കഴിഞ്ഞാൽ പവർ പോയിന്റ് ബാക്കിയുള്ള ടെംപ്ലേറ്റ് കൂടി അവരുണ്ടാക്കി തരും. പവർ പോയിന്റ് ഒരു മോഡൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു മോഡൽ 365 ഇതിന്റെ ഒരു സിമിലാരിറ്റി ഉള്ള മോഡൽ കാണിച്ചു തരും. നല്ല അടിപൊളിയായിട്ടുണ്ടാവും. കൊണ്ടന്റും കുഴപ്പമില്ല കേട്ടോ, വായിക്കാനും ഒരു സുഖം ഉണ്ടല്ലോ. Yes, the art of typing without relying on visual cues. കുഴപ്പമില്ല.
എന്തായാലും ഇത് നമ്മള് ഇരുന്ന് ടൈപ്പ് ചെയ്യുന്നതിനെക്കാട്ടിൽ ഭംഗിയുണ്ട്. അതെ 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 ഇത് ഹ്യൂമനൈസ് ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രസം ഉണ്ടാവും. ഇത് കോപ്പി ഇതിന് എത്ര പേസ്റ്റ് ചെയ്ത് ഇൻട്രോ മാത്രം എടുക്കാം, ഇതിന് എത്ര പ്രൈസിങ് വരുന്നല്ലേ പെയ്ഡ്? അതെ 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 ഇത് അൺലിമിറ്റഡ് ആണ്. ഇത് എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതല്ല അത് ഈ 8 സ്ലൈഡിനേക്കാൾ കൂടുതൽ പോകുമ്പോ എത്രയാ വരുന്ന പോലെ? നമ്മൾ 20 തന്നെയാണോ? പെയ്ഡ് വേർഷനിലേക്ക് പോകണം. $20 തന്നെയാണോ? അത് നോക്കിയിട്ടില്ല. ഓൺലൈൻ ക്ലാസ് മേഖലയിലേക്ക് വരുന്ന ആളുകൾ ഈ ഒരു ടൂള് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും നോക്കി വെച്ചോളി. ഭയങ്കര യൂസ്ഫുൾ ആട്ടോ ഈ ടൂള്. കാരണം നമ്മളൊരു പവർ പോയിന്റ് ഉണ്ടാക്കാൻ ടെംപ്ലേറ്റുകളൊക്കെ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ എത്ര ടൈം എടുക്കും? അത് എടുത്താൽ തന്നെ അത് പെയ്ഡ് ആയിട്ട് അതിന് ഓരോന്നിനും നമ്മൾ പൈസ കൊടുക്കണം. ചില ഭയങ്കര കമ്പനികളൊക്കെ ആഴ്ചകളോളൊക്കെ ഇരുന്നിട്ടാണ് ഇത് സൊല്യൂഷൻ തയ്യാറാക്കുന്നത്. കറക്റ്റ്. അല്ല, ഗൂഗിളിനകത്ത് ടെംപ്ലേറ്റ്സുകൾ കിട്ടും, പക്ഷെ ഓരോ ടെംപ്ലേറ്റ്സിനും നമ്മൾ പൈസ കൊടുക്കണം. ഇതൊക്കെ ആവുന്ന സമയത്ത് ഇഷ്ടംപോലെ ടെംപ്ലേറ്റ് ഉണ്ടാവുമല്ലോ. ഇത് നല്ല പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. അതെ, ഞാൻ തന്നെ ഇവിടെ അടുത്ത് ഒരു 3-4 മാസം മുമ്പ് വരെ ഭയങ്കര കഷ്ടപ്പെട്ടായിരുന്നു ഒരു സാധനം ഉണ്ടാക്കിയിരുന്നത്. എന്നിട്ട് പഴയതിനകത്തേക്ക് എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് പണികൾ എടുത്തിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോഴാണ് നമുക്ക് ഇതിന് ട്രാക്ക് കിട്ടിയത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കും. വിനോദ് സാറേ, ഞാൻ കയറാൻ കുറച്ച് വൈകി, ഇവിടെ പവർ ഇല്ല, അത് കാരണം. ഇത് ഏതിൽ തന്നെ ചാറ്റ് GPT തന്നെയാണോ ചെയ്യുന്നത്? അല്ല, ഇത് മറ്റൊരു ടൂളാണ്, ഗാമ AI. ഞാൻ ഡീറ്റെയിൽസ് ഇട്ടു തരാം. ഗാമ AI. ഓക്കെ. ഓക്കെ ജോജി സാർ. ഓക്കെ, ജോജി സാർക്ക് ഇത് എന്തായാലും അയച്ചു കൊടുക്കണം. അവർ ഡെയിലി ക്ലാസ് എടുക്കുന്നതാണ്, അവർക്ക് ട്രെയിനിങ് മേഖലയൊക്കെ നല്ലോണം ഉപകാരപ്പെടും. ആയിക്കോട്ടെ. ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടൂൾ കേട്ടോ, അടിപൊളി നല്ല ടൂളാണ്. ഇപ്പൊ ടീച്ചേഴ്സിനും ഒക്കെ പ്രധാനം വളരെ ഉപകാരപ്പെടുന്നു. വിനോദ് സാറ് സുഖമായില്ലേ സാറേ? യൂനുസ് സാറ് സുഖമായില്ലേ? ഇപ്പം മാറിയില്ലേ? എനിക്കോ? യൂനുസ് സാർ ഞാൻ ലാപ്ടോപ്പിൽ നിന്ന് കയറി കഴിഞ്ഞാൽ സാറിന്റെ അടുത്തുള്ള ആക്സസ് പോകുന്നുള്ളതുകൊണ്ടാണ് ഫോണിൽ കയറുന്നത്. എന്റെ സൂം എടുത്തിട്ട് കയറുന്നുണ്ട്. ഞാൻ ലാപ്ടോപ്പിൽ കയറുമ്പോൾ സാറിന് അവിടെ നിന്ന് സൈൻ ഔട്ട് ആയി പോകുന്നുള്ളതുകൊണ്ടേ. 4-ാം തീയതി നമ്മുടെ ഉദ്ഘാടനമാണ് 9 മണിക്ക്. ഓക്കെ, സന്തോഷം, ഞാൻ അറിഞ്ഞു. ഓക്കെ സാറേ. നടക്കട്ടെ. ശരി. സാർ, ഇതിന്റെ പ്രൈസിങ് ഒന്ന് നോക്കാവോ? മാസം 400 രൂപ. 400 രൂപ അല്ലേ? പക്ഷെ അത് ഇയർലി ബില്ലിംഗ് ആണ്. മന്ത്ലി ബില്ലിംഗ് ഉണ്ടല്ലോ അല്ലേ? അല്ല, വെൻ ബിൽഡ് ആനുവലി മന്ത്ലി തന്നെ ഉണ്ടോ? മന്ത്ലി ഉണ്ട്. മന്ത്ലി ആകുമ്പോ 500 രൂപ വരും. 500 രൂപ എന്നാലും നഷ്ടമില്ല. ഒരു ആവറേജ് $5 $6 ഒക്കെ വരുന്നുള്ളൂ. 15 കാർഡ് വരെ ക്രിയേറ്റ് ചെയ്യാം.
great. കുഴപ്പമില്ല, $20 ഒന്നും വരുന്നില്ലല്ലോ. പിന്നെ ഇല്ല. അല്ല ഇതെന്താ നല്ല യൂസ്ഫുള്ളാ. ഞാൻ സ്ഥിരം ഇന്നലെ ഒരു പയ്യന് ഇതേപോലെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവൻ ഒരുപാട് എന്താ പറയാ PPTയുടെ ടെംപ്ലേറ്റ്സുകൾ സെയിൽ ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ളതിന്റെ ഒരു 1Kയുടെ സാധനം പർച്ചേസ് ചെയ്തിട്ട് മൊത്തം ഒരുപാട് PPTകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ആ ഡൗൺലോഡ് ചെയ്ത PPT അവൻ എന്ത് ചെയ്യുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. അതൊരു ഓപ്ഷനാണ്. കാരണം നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റിയ വില. അതായത് ഇപ്പം അക്കൗണ്ട്സിനെ കുറിച്ച് ഒരു 10-50 PPTകൾ ഉണ്ടാക്കുക, ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എല്ലാ മേഖലയെ കുറിച്ചിട്ടും PPTകൾ ഉണ്ടാക്കിയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് PPTകൾ എന്ത് ചെയ്യാം, സെയിൽ ചെയ്യാം. നല്ല ഓപ്ഷനാണ്. ചെറിയ 100 രൂപ 200 രൂപ നമുക്കൊരു വൺ ടൈം പർച്ചേസ് ഇതിനകത്ത് ചെയ്തിട്ട് ഫുൾ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് വീട്ടിലിരിക്കുന്ന വെറുതെ ഇരിക്കുന്ന ആളുകൾക്കുള്ള ഒരു ചാൻസ് ആണ് പറയുന്നത്. അതെ, ഡിജിറ്റൽ സെല്ലിംഗ്. ഡിജിറ്റൽ പ്രൊഡക്ട് സെല്ലിംഗ് ഗംഭീരാണ് ആ മേഖല. ബിസിനസ് ആണ്. അതിനെ കുറിച്ചൊന്ന് പറയാൻ നമുക്ക് ലാസ്റ്റ് ഇരിക്കണം, ഒരു 5 മിനിറ്റ് കേട്ടോ സർ. ഇന്നെങ്ങനെ തിരക്ക് കൂടുതലുള്ള ദിവസമാണോ? ഹലോ, ഇന്ന് തിരക്ക് കൂടുതലുള്ള ദിവസമാണോ? തിരക്കല്ല, എന്റെ അയൽവാസി മരണപ്പെട്ടിട്ടുണ്ട്. ആണോ? അങ്ങനെയുണ്ടോ? അപ്പൊ അങ്ങനെ അടുത്ത ദിവസം ഇരിക്കാം. അടുത്ത ദിവസം ഇരിക്കാം. ഇത് മനസ്സിലായെന്ന് ചോദിക്കുന്നു. പിന്നെ സാറ് പറഞ്ഞ 1-2 ടൂൾ എന്താണ് പിന്നെ ഞാൻ നോക്കി വരുന്നതേ ഉള്ളൂ. പക്ഷെ വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു ടൂൾ. ക്യാൻവയ്ക്ക് പകരം പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള സാർ ചെക്ക് ചെയ്തിട്ടുണ്ടോ? പിക്ചർ ചാർട്ട് എന്നാണ്. ഇല്ല, ഞാൻ ചെക്ക് ചെയ്തില്ല. ഒന്ന് കാണിച്ചു തരാമോ? പിക്ചർ ചാർട്ട്. പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യാം. പോസ്റ്ററുകൾ മാത്രമല്ല, പ്രസന്റേഷൻ ഉൾപ്പെടെ ഇതിനകത്ത് ചെയ്യാവുന്നതാണ്. നമുക്ക് പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ കൊടുക്കേണ്ടത്? നമ്മുടെ പോസ്റ്ററിലുള്ള കണ്ടന്റ് ആണോ? ആ പോസ്റ്ററിനുള്ള കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഏകദേശം അത് ക്ലിയർ ആയിട്ട് ഇടും. പിന്നെ നമുക്കത് എഡിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. ഹാപ്പി ഡോക്ടേഴ്സ് ഡേ എന്നുള്ളത് വെറുതെ ഒന്ന് അടിക്കാൻ പറ്റും? പിന്നെ ഹാപ്പി ഡോക്ടേഴ്സ് ഡേ 1 ലൈൻ കൊടുത്താൽ കിട്ടും. ഇതിന് 50 ക്രെഡിറ്റ് ഉണ്ട് നമുക്ക് ഡെയിലി ആണോ മന്ത്ലി ആണോ? എനിക്ക് എന്തായാലും ഞാൻ ഇത് ചെക്ക് ചെയ്തപ്പോ 4 ഏതാ ഒരു പോസ്റ്ററിന് ഒരു ക്രെഡിറ്റ് എന്നുള്ള രീതിയിലാ പോവാ? അതെ. ഇതിനകത്ത് ഈ ടെംപ്ലേറ്റ് ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഇങ്ങനെ വന്നു. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ മാറ്റി കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ടെംപ്ലേറ്റ് ആക്കാം. ഞാൻ നല്ല നമുക്കൊരു വെബിനാർ കണ്ടക്ട് ചെയ്യണം. അതിന്റെ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം.
ഇങ്ങനെ വരും. ഇനി അതല്ല, ഇത് ഇൻഫോഗ്രാഫിക്സ് ആണ്. ഇവിടെ കാണുന്നുണ്ടല്ലോ അല്ലെ ഇൻഫോഗ്രാഫിക്സ്. അതുകൊണ്ടാണ് നേരത്തെ അങ്ങനെ വന്നത്. പോസ്റ്റർ ഉള്ളതല്ല പറയുന്നത്. ഇവിടെ അങ്ങനെ ഒരു വ്യത്യാസം വന്നു സർ. പിന്നെ ഇവിടെ സെലക്ട് ചെയ്ത് മാറിപ്പോയി. അതാണ് 3-4 പേജ് വന്നത്. നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. എഡിറ്റ് ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാം. ഇവിടെ പിക്ചർ വേണമെങ്കിൽ പിക്ചർ മാറ്റാം. നമ്മൾ സ്കാനർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യും. ഇവിടെ ഡിസൈൻ കമ്പോണന്റ് എന്നൊക്കെ പറയുന്നത് ചാനൽ ഞാൻ കണ്ടിട്ടില്ല. ചാനൽ സാർ നോക്കിയിട്ടുണ്ടോ? ഫോട്ടോ ഒക്കെ കൊടുക്കാൻ പറ്റുന്നു. ബയോസ് ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞു. നമുക്ക് വേണ്ടടുത്ത് അറ്റാച്ച് ചെയ്യാം. നമ്മൾ ക്യാൻവയിൽ ഇങ്ങനെ ഒരു കോട്ട് കൊടുക്കണമെങ്കിൽ ടൈപ്പ് ചെയ്തല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. സാർ ഹലോ സാർ പോയോ? അതെ, ഫോട്ടോ കൊടുക്കണം, ടൈപ്പ് ചെയ്യണം. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം പ്രോംപ്റ്റ് കൊടുത്ത് നമ്മൾ കോഡ്സ് ഉണ്ടാക്കണം, എന്നിട്ട് പിന്നെ അത് അതെ എന്നിട്ട് വേണം കൊണ്ടുവരാൻ. ഫോട്ടോ മോഡലൊക്കെ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് അത് എല്ലാം നടക്കുന്നുണ്ട്. സാർ ലീവായോ? ഇല്ല, ഇതുപോലെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ക്യാൻവയിൽ ചെയ്യുന്ന പോലെ ഇവിടെ ഉള്ള ഫയൽസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നു. ക്യാൻവയിലും കൂടി ഇങ്ങനെ വന്ന അടിപൊളിയായിരിക്കും അല്ലേ? ക്യാൻവയിൽ നമ്മളത് കണ്ടിട്ടില്ല. ഇവിടെ ബ്രോഷർ റീഡ് ഞാൻ ഇന്നലെ ബ്രോഷർ റീഡ് ചെയ്തൊരു നല്ല സ്റ്റണ്ണിങ് ആയിട്ടുണ്ട്. പറയാം. ഇത്ര സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തു വരുന്നു. ഇതിൽ ഇമേജസ് ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാലോ അല്ലേ? ഏത് വേണമെങ്കിലും നമുക്ക് ഇമേജസ് വേണമെങ്കിൽ ഇമേജ് എഡിറ്റ് ചെയ്യാം. അത് വന്നിരിക്കുന്ന കണ്ടന്റ് എഡിറ്റ് ചെയ്യാം. Unacademy is more than just an online learning platform. It's a community dedicated to helping you achieve your academy and professional goals. നമ്മുടെ ഇത് തന്നെ പറയുന്നു. സ്ഥാപനത്തിന്റെ ഏകദേശ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഉദ്ദേശം ഇത് തന്നെയാണല്ലോ.
ഉം, ഉം. അത് മൾട്ടിപർപ്പസ് ആണ്. ഇൻഫോഗ്രാഫിക് പ്രസന്റേഷൻ ചെയ്യാം, പോസ്റ്റർ ചെയ്യാം, റിപ്പോർട്ട്, ഫ്ലയർ, അങ്ങനെയുള്ള ഇങ്ങനെ കിടക്കുക, നീണ്ടു നോർന്ന് കിടക്കുക. ലോഗോ, ഡയഗ്രാം, ആണ് സർട്ടിഫിക്കറ്റ്, ബിസിനസ് ലെറ്റർ, ന്യൂസ് ലെറ്റർ, റെസ്യൂം, നിരവധി സാധനങ്ങൾ ഇതിനകത്ത് ചെയ്യും. ഇതിന്റെ അപ്ഗ്രേഡ് വേർഷനിൽ നോക്കിയാൽ ചെറിയ എമൗണ്ട് അല്ല. $12,600 പെർ ഇയർ അല്ലേ? ഇത് ആനുവലി ബിൽ ഒരു വർഷം 14,000 രൂപ വരും. പക്ഷെ അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണെങ്കിൽ 1,000 രൂപ കുഴപ്പമില്ലല്ലോ. 14-15 മുടക്കിയാൽ 3-4 സ്റ്റാഫിനെ വെച്ച് ചെയ്യേണ്ടത് അരമണിക്കൂറിൽ ചെയ്തെടുക്കാം. അതെ അതെ, കറക്റ്റ്. ഹ്യൂമൻ റിസോഴ്സ് കുറയുന്നു എന്നുള്ളതാണ്. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമുക്ക് വേണമെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഇത് ഓരോരുത്തരും ഓരോ ടൂള് നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്താ പറയാ, പിന്നെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ എല്ലാ ടൂളും എല്ലാവർക്കും ആവശ്യമില്ല. അതുകൊണ്ട് അവരവർക്ക് ഏത് ടൂളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഇത്രയും സാധനങ്ങളുണ്ട് നമുക്ക് പരിചയപ്പെടാലോ. അതെ അതെ, അത്രേ ഉള്ളൂ. നമുക്ക് ഒരു 11,000 ടൂളിന് മേലെ പിന്നെ ഇതിപ്പോ ആകെ കൺഫ്യൂഷനായി. ഇതിപ്പോ ഏത് ടൂൾ? ഇത് ഓരോ ദിവസം ഓരോ മെച്ചപ്പെട്ട ടൂൾസുകളാണ്. ആകെ അട്ടർ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് അല്ലേ? ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒക്കെ പണി എന്താവുന്ന ഒരു പിടിയില്ല. ഇതിപ്പോ ഇന്ന് പറഞ്ഞ ടൂളിനേക്കാളും അടിപൊളിയായിരിക്കും ഈ നെക്സ്റ്റ് ഡേ പറയുന്നത്. അല്ല, ഇത് നമുക്ക് ഇതെല്ലാം യൂട്യൂബിനകത്ത് നോക്കി കിട്ടും. പക്ഷെ എന്താ പറയാ, ഇങ്ങനെ എടുക്കുമ്പോഴേ നമ്മളിത് ശ്രദ്ധിക്കുള്ളൂ. അതെ അതെ അതെ. നമുക്ക് പിന്നെ ഗൂഗിളിൽ ചെന്നിട്ട് ടോപ്പ് 300 അല്ലെങ്കിൽ 500 ആയിട്ടുള്ളതെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റ് അങ്ങോട്ട് വരും. പക്ഷെ നമ്മൾ അങ്ങനെ നോക്കൂല. ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കിട്ടും. യൂട്യൂബില് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഇപ്പൊ ഏത് ഇതും വല്ല ഒഫീഷ്യൽ സൈറ്റും കിട്ടുന്നുണ്ടല്ലോ. ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ കിട്ടുന്ന ഇന്ററാക്ഷനും റെക്കോർഡ് കിട്ടുമ്പോൾ രണ്ടും ഡിഫറെന്റ് ആണ്. യൂട്യൂബിൽ ചെന്നിട്ട് ChatGPT അടിച്ചാൽ അവരുടെ ഒഫീഷ്യൽ സൈറ്റ് കിട്ടും. അതില് ഇത് ട്യൂട്ടോറിയൽ വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട്. ഓരോന്നും മൊത്തത്തില് ഏജൻസികളൊക്കെ പൂട്ടിപ്പോകുന്ന സാഹചര്യം വരുന്നത് ഫുള്ള് ഇപ്പൊ എല്ലാരും പഠിച്ചു ഏജൻസികളെ. അതെ അതെ അതെ, ഏജൻസികളെന്നല്ല, ഒരുപാട് സ്ഥാപനങ്ങളിലൊന്നും സ്റ്റാഫിന്റെ ആവശ്യമില്ലല്ലോ. സ്റ്റാഫിന്റെ പണിയില്ലാതെ ഇപ്പൊ കൊറേ അവന്മാര് ഇങ്ങനെ ഭയങ്കര പിടിച്ചിരിക്കണ ഡിജിറ്റൽ പ്രൊഡക്റ്റ് നമ്മൾക്ക് ഒരുപാട് മേഖല ഇതിനകത്ത് തുറന്നു വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ സാധനങ്ങളുടെ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ഒരു പ്രാവശ്യം എടുത്തിട്ടേ സാധ്യതയാണ്. ഇപ്പൊ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിലേക്ക് വന്നിട്ടില്ല ഈ ബുക്ക് ക്രിയേഷൻ. നമുക്ക് തന്നെ ബുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതേപോലുള്ള ടൂളുകൾ ഉപയോഗിച്ച് ബുക്ക് ക്രിയേറ്റ് ചെയ്യുക. അത് ഈ ബുക്ക് ആക്കുക. അത് ആമസോണില് KDP എന്ന് പറയും.
കിൻഡലിന്റെ കേട്ടിട്ടില്ലേ? ആ കിൻഡില് ഇതിലെന്താണ് കഴിഞ്ഞ ദിവസം കിൻഡില് ജിറാഫിനെ പറഞ്ഞിരുന്നത്? കിൻഡിലെ ഡിജിറ്റൽ പബ്ലിഷിംഗ് KDP അതിൽ ചെയ്യാം. പിന്നെ HC എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. പിന്നെയും വേറെ സൈറ്റുകളുണ്ട്. പിന്നെ അപ്വർക്ക് എന്നൊക്കെ പറഞ്ഞ് മൈക്രോ ജോബ് ചെയ്യുന്ന സൈറ്റുകളുണ്ട്. അപ്വർക്ക് എന്നൊക്കെ പറഞ്ഞ് അതിനകത്തൊക്കെ ഈ പിന്നെ കണ്ടന്റ് റൈറ്റേഴ്സിനൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മള് ഫ്രീലാൻസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യും. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു പാടുമില്ല. സെക്കൻഡുകൾക്കുള്ളിൽ ഏത് ടോപ്പിക്കിന്റെയും കണ്ടന്റ് വരും. അത് നമ്മള് ഹ്യൂമനൈസ് ചെയ്യുക, അതിനത് അപ്ലോഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഫസ്റ്റില് പറഞ്ഞൊരു സംഭവമുണ്ട്, ആർട്ടിക്കിൾ റൈറ്റിംഗ്. നല്ലൊരു മേഖലയാണ്, ഒരു തൊഴിൽ മേഖലയാണ് ആർട്ടിക്കിൾ റൈറ്റിംഗ്. അപ്പൊ മുമ്പൊക്കെ ആർട്ടിക്കിൾ എഴുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ സർഗവാസന വെച്ചിട്ടാണ് ആർട്ടിക്കിൾ എഴുതുന്നത്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. പക്ഷെ അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ഒരു ആർട്ടിക്കിൾ വായിക്കുന്ന ഒരു സുഖം ഈ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ കിട്ടും. അങ്ങനെയുണ്ട്. ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഒന്ന് ക്ലോസ് ചെയ്തോളൂ. സാറേ, അപ്പൊ നമുക്ക് നാളെ മറ്റന്നാളൊന്നും ഇരിക്കാം കേട്ടോ. യെസ്. എനിക്കൊന്ന് ആരെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പൊ അതൊന്ന് ഓക്കെ. ഓക്കെ. ഒന്ന് വൈൻഡപ്പ് ചെയ്തോ. അപ്പൊ എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് സീക്രട്ട് കേൾക്കുക, 5 പേജ് പുസ്തകം വായിക്കാം, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറും, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക, ലോങ് ടൈം ഗോൾസ് പ്രാക്ടീസ് ചെയ്യുക, ഷോർട്ട് ടൈം ഗോൾസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Damn.